വെൽക്കം ടു ആക്ഷൻ ഡ്യൂഡ്. ഇങ്ങനെ എൻട്രോ പറഞ്ഞ് ഞാനിങ്ങ് പോകുന്നില്ല. ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ GTA 5 വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ്, എനിക്കറിയാം കുറെ മാസങ്ങളായിട്ടുണ്ട് നമ്മൾ ഒരു ഗെയിമിംഗ് വീഡിയോ ചെയ്തിട്ട്. നോക്കട്ടെ, 8 മാസമായി നമ്മൾ GTA 5 വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഗൈസ്, ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് വെച്ചാൽ GTA 5 ലിയോ സീരീസ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതും കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ആ വീഡിയോ ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്, എല്ലാവരും പോയി കാണണം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ചേർത്തൊരു വീഡിയോ ആണ്. അതായത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വെച്ചാൽ GTA 5 മാർക്കോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മള്. അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും പെട്ടെന്ന് ഒരു മൈൻഡ് ഈ വീഡിയോ ഈ ഒരു വീഡിയോ വെച്ചാൽ പെട്ടെന്ന് ഒരു മൈൻഡിൽ കയറി വന്ന വീഡിയോ ആണ്. അപ്പൊ കുറച്ച് തട്ടിക്കുട്ടിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും കണ്ട് ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കോയുടെ അടുത്തേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. അവിടെ എന്തോ ഈ കാണുന്നേ? കാലല്ലയോ? എന്തോ ചെയ്യുന്നവൻ? എന്തോ ചെയ്യുന്നവൻ? പറ്റിച്ചേ. നമ്മുടെ മാർക്കോ ഇപ്പൊ മാർക്കോ അല്ല, ആളിപ്പോ കിടന്ന് റെസ്റ്റ് എടുക്കുവായിരുന്നു. മാർക്കോ അല്ല, എന്തായാലും എണീക്കണം അങ്ങോട്ട്. എണീക്ക്. നമ്മുടെ മാർക്കോ എണീറ്റിട്ടുണ്ട്. മാർക്കോന് ഇപ്പൊ സ്യൂട്ടൊന്നും ഇല്ല. സ്യൂട്ട് ഇല്ലാത്ത മാർക്കോ ആണ് ഇപ്പൊ. അപ്പോളെ കുളിച്ച് റെഡി ആവാം, ആളൊന്ന് ഫ്രഷ് ആവട്ടെ. ഗൈസ്, മാർക്കോന് എപ്പോ ഒക്കെ കുളിക്കാൻ കയറുമ്പോ വയറിളക്കും. അപ്പൊ ഒന്ന് സാധിച്ചിട്ട് വരാം. സാധിച്ചു ഗൈസ്. ഇനിയാണ് കുളിക്കേണ്ടത്, കാരണം ഇപ്പൊ നല്ല മുഷിഞ്ഞിരിക്കുകയാണ് ആള്. അതുകൊണ്ട് ഇപ്പൊ നീ കുളിച്ചാലേ പറ്റും. നല്ല ചൂട് വെള്ളത്തിലേക്ക് മാർക്കോ കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. മാർക്കോ അങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇനിയാണ് പല്ല് കഴിക്കാൻ പോകുന്നത്. സാധിച്ചു, കുളിച്ചു, പല്ല് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇനി മാർക്കോ ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാർക്കോന്റെ സ്യൂട്ട്. ഗൈസ്, കണ്ട ബാക്കിൽ തന്നെ ആ ഒരു മാർക്കോന്റെ ഒരു സ്വാഗ് തോന്നിക്കുന്നുണ്ട് കണ്ടിപ്പോ. ഇനി എന്തായാലും നമുക്ക് വെളിയിറങ്ങാൻ നമ്മുടെ ജോലികളൊക്കെ തുടങ്ങണം. ഗൈസ്, നോക്കൂ, ഇതാണ് നമ്മുടെ മാർക്കോന്റെ വീട്. മാർക്കോന്റെ വീട് എല്ലാവർക്കും അറിയായിരിക്കും. കഴിഞ്ഞ ചില വീഡിയോസിലെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ വീട് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഇറങ്ങാം. അപ്പൊ ഞാൻ ഇത്ര നേരം മാർക്കോനെ കുറിച്ച് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു. ഇനി ഞാൻ ഈ മാർക്കോയുടെ വോയിസിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് അവർ ഗെയിമിംഗ് പ്ലേ. നമ്മുടെ ഗെയിമിംഗ് വീഡിയോ നല്ലതായിട്ട് കണ്ട് എൻജോയ് ചെയ്യൂ, ലൈക്ക് അടിക്കൂ. സ്റ്റൈൽ കണ്ടില്ലേ? ഞാനാണ് മാർക്കോ. ഹലോ, ഞാൻ മാർക്കോ ആണ് മോളെ. മൈൻഡ് ചെയ്യേ, എന്റെ അടുത്ത് സംസാരിക്കുന്നില്ലേ? എടി, നിന്റെ പേര് പറഞ്ഞിട്ട് പോ. പറയില്ല, നിന്നെ ഞാൻ ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട്. ഞാനേ അസുരൻ. ആ പെണ്ണിനെ ഞാൻ പാക്ക് ചെയ്തു മണ്ണ് കൊണ്ട് മൂടാൻ. ചോര കണ്ടില്ലേ? ചോര കൊണ്ട് കുളിപ്പിച്ച് ഞാൻ. ആ ബോഡീനെ കൊണ്ടുപോകാൻ വേറെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. ഈ വണ്ടി എടുക്കാം. ബ്ലാക്ക് കളർ വണ്ടി. ഇറങ്ങ്. നമ്മുടെ ബോഡി എടുത്തോണ്ട് പോവാം. അവളുടെ ബോഡി എടുത്തിട്ടുണ്ട്. മാർക്കോ പോടാഎല്ലാരും. അല്ലെ മണ്ണ് കൊണ്ട് മൂടും ഞാൻ. ഒരാളെ മണ്ണ് കൊണ്ട് മൂടാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോ തന്നെ കത്തിക്കാം. നേരെയാവ്. മാർക്കോ ഒരു വണ്ടി തൊട്ടാ അതേ എടുത്തോണ്ട് പോകത്തുള്ളൂ. അതാണ് മാർക്കോ. ഒറ്റ മൈൻഡ് ആണ്. ലെറ്റ്സ് ഗോ ടു അവർ മണ്ണ് കൊണ്ട് മൂടുന്ന സ്ഥലം. എത്തി. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. മണ്ണ് കൊണ്ട് മൂടി, എന്നിട്ട് ബോക്സും വെച്ച് അടച്ചു, ഒരു പൂവും കൂടി വെച്ചു. ഞാൻ അസുരൻ ആണായി പിറന്നോനെ. ആഴമില്ലായിരുന്നു. വലിയ കാര്യത്തിന് ചാടിയതാ, ആഴമുണ്ടെന്ന് പറഞ്ഞു. വേർ ഇസ് മൈ കാർ? എന്റെ കാർ എവിടെ? എന്റെ ബ്ലാക്ക് കളർ അതാ നടക്കുന്നു. ഇതങ്ങ് പന്നലായല്ലോ. ഞാൻ ഹെഡ്ലൈറ്റ് ഒക്കെ പോയി. മാർക്കോ ഇതിൽ പോയാൽ മോശമല്ലേ? എന്റെ ഒരു റേഞ്ചിന് ഈ കാർ നോക്കത്തില്ല. എന്റെ റേഞ്ചിന് ഈ കാറൊന്നും പറ്റത്തില്ല. ഇത് ഒരു ഡിഫൻഡർ വല്ല എടുത്താലോ? ഡിഫൻഡർ എടുക്കാം. അയ്യോ, പകൽ സ്വപ്നവും കണ്ട് പോവാണല്ലോ. അതിന് എന്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. എന്റെ കയ്യിൽ ഇപ്പൊ എത്ര കാശുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഇത്ര ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഈ വിലയിൽ ഒരു കാർ എടുക്കാൻ നോക്കാം. ഡിഫൻഡർ പോലെ ഒരു വണ്ടി ഉണ്ടോ നോക്കട്ടെ, ഗൂഗിളില് ഈ സൈറ്റിൽ നോക്കട്ടെ. 4 ഡോർ. എനിക്ക് കുറച്ച് നല്ല ഗുമ്മുള്ള വലിയ വണ്ടി. ഒറ്റ നോട്ടത്തിൽ ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ എടുക്കാം. You have insufficient funds, you can do മാർക്കോ, ഇത്ര കാശ് എന്റെ ഇല്ല. പർച്ചേസ് ഫെയിൽഡ് മാൻ. ഇതിന് ഇത്രയും ഡോളറാണല്ലേ? നമ്മുടെ ഇത്രയും ഡോളറേ ഉള്ളൂ. നമുക്ക് വേറെ നോക്കാം. ഇതേത് പന്ന വണ്ടി? ഈ ഒരു സൈറ്റിൽ നോക്കട്ടെ. 4 ഡോർ. ഇത് വലിച്ച് ഒരു വണ്ടി കാണിച്ചു താ. ഐ ലൈക്ക് ദിസ്. ഇത് കാണാൻ ഒരു ഡിഫൻഡർ പോലെയൊക്കെ ഉണ്ട്. മാർക്കോ ഇത് തന്നെ എടുക്കാൻ പോവുകയാണ്. ബ്ലാക്ക് കളർ. ഐ ലൈക്ക് ബ്ലാക്ക്. ഓർഡർ. യോ മാൻ, പർച്ചേസ് നോട്ടിഫിക്കേഷൻ വന്നു ഗൈസ്. സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ
ഓക്കെ ഐസ്, അപ്പൊ ഞാൻ ഒരു വണ്ടി ഓർഡർ ചെയ്തു, പൈസയും പോയിട്ടുണ്ട്. ബട്ട് എനിക്കറിയാത്ത എന്താ വെച്ചാൽ ആ വണ്ടി എപ്പോ വരും, എവിടെ വരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാർക്കോനെ ആരെങ്കിലും പറ്റിക്കോ? അഥവാ പറ്റിച്ച ഈ ശബക്കോട്ടെ തന്നെ ഞാൻ അവനെ മൂടും. അത് ഏതവനായാലും. ആ വണ്ടി പണിഞ്ഞ് തുടങ്ങി. ലെജൻഡറി മോട്ടോർ സ്പോർട്ട്. നമ്മുടെ വണ്ടി വന്നതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് തോന്നുന്നത്. എന്തിയെ മെക്കാനിക്സിനെ വിളിച്ചു നോക്കാം. ഇറ്റ്സ് ഓൺ ദ വേ. ഓക്കെ, കം ഫാസ്റ്റ് മൈ ബോയ്. എവിടെ വരും? വന്നു. വാ, ബ്ലാക്ക് കളർ. ഐ ലൈക്ക് ദിസ്. ഐ വെരി ലൈക്ക് ദിസ് കാർ. ഒറ്റ ചവിട്ട് എടുത്ത് ഞാൻ ചവിട്ടിയപ്പോ എന്റെ ബോയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? ഡോറിനകത്ത് കണ്ട മാർക്കോന്റെ പവർ ഒന്ന് കാണിച്ചു. ഈ വണ്ടിക്ക് എത്ര ഡ്യൂറബിലിറ്റി ഒന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തേ. കുറച്ച് കുറവാ, കുഴപ്പമില്ല. ഓക്കെ ഐസ്, ലുക്ക് നോക്ക് വണ്ടിയുടെ. നമ്മള് കുറഞ്ഞ വേരിയന്റ് ആണ് എടുത്തത്, അതുകൊണ്ട് മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉള്ളു. എന്നാൽ ഡിഫൻഡർ ആണ് മോനെ. സോ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുകയാണ് മാർക്കോ ന്യൂ കാർ. ഷിറ്റോ, ആരുടെ അത് പറഞ്ഞേ? ആരവനായാലും ആരവളായാലും ആരാത് പറഞ്ഞേ? മാർക്കോന്റെ കാർ കണ്ടിട്ട് ഷിറ്റ് എന്ന് പറയാ. ഇവിടുന്ന് കേട്ടെ ആരും കാണുന്നില്ലല്ലോ. മുങ്ങിയ ഞാൻ വേറെ ആരെങ്കിലും കൊല്ലേണ്ടി വരുവേ. ഇപ്പൊ ഇവിടെ ആരെങ്കിലും എന്റെ അടുത്ത് വന്നാൽ അപ്പ തട്ടും. വാ ആരെങ്കിലും വാ, കമാൺ. ആരും വരുന്നില്ലല്ലോ. വരൂന്ന് പറയും, പോലീസ് വരുന്നേ. വാ വരുന്നു. എല്ലാരും എന്റെ അടുത്ത് റൗണ്ട് വെക്കാൻ തുടങ്ങി. എല്ലാ ചെന്നായക്കളും കൂട്ടം കൂടി അടിക്കാൻ നോക്ക. ഇനി ഇവിടെ ഞാൻ മതി. എന്നെ തട്ടാൻ വരുന്ന എന്നെ വിളിക്കുക. എന്റെ ടൂള് എനിക്കറിയാം. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് തോറ്റുപോയി. ഞാൻ ഒരു വട്ടം തോറ്റല്ലേ, പിന്നെ ജയിക്കാൻ വേണ്ടിയുള്ള ഇതാ. അത് എന്റെ വണ്ടിയാണ് ആ പോലീസ് കൊണ്ടുപോയത്. മാർക്കോടെ കാറാണ് കൊണ്ടുപോയത്. ഇനി ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കും പോവാ. ഈ പെണ്ണിന്റെ കാറിന് എടുക്കാം. ബ്ലാക്ക് എവിടെ കാണുമോ ഒപ്പ തട്ടു. മാറ വഴിയുന്ന എല്ലാരും എന്നെ ഇറിറ്റേഷൻ ചെയ്ത ഞാൻ അവരെ നിനക്ക് ഇത്ര ചെയ്തോ, അതിനെ മണ്ണുകൊണ്ട് മൂടാം. ഓക്കെ, അവളെ ബോഡി ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ണ് കാണുന്നില്ല. പോയത് എടുക്ക്. മണ്ണുകൊണ്ട് മൂടി, അതും വെച്ചു. ആ കടിയും തീർന്നു. പോലീസാണ് എന്റെ മെയിൻ എതിരാളി. ഈ ഷൗക്കട്ടെ വെച്ചാൽ നിങ്ങളെ ഞാൻ കൊല്ലാൻ പോടാ. ഞാനൊരു വലിയ ക്രിമിനൽ ആയിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇനി പോലീസുകളെ എല്ലാം കൊല്ലുന്നത് എന്റെ ദൗത്യമാണ്. പോലീസിന്റെ ബ്ലാക്ക് കാർ തന്നെ എടുക്കാൻ. മാർക്കോ ഹെലികോപ്റ്റർ ഒക്കെ വരുന്ന. അത്രക്കായ കാണിച്ചുതരാം. ഇനി ചോരക്കളിയാ. ഇവിടുന്ന് മുങ്ങുന്നതായിരിക്കുന്നല്ലേ, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവിടെ ആരെയും ചെടിയൊക്കെ കൊണ്ടുവച്ചേ. ഇനി ഞാൻ വലിയ ആളുകൾ ചുളിയുന്നാൽ ഞാൻ പോതേ ഉള്ളൂ. രണ്ടാമതാണ് മാർക്ക തോൽക്കത്തില്ല. ഞാനേ നിങ്ങളെ പിന്നെ എടുത്തോളാം. ആദ്യം എന്റെ വണ്ടി എടുക്കട്ടെ, അതാണ് എന്റെ മെയിൻ ടാസ്ക്. എന്റെ ഡിഫറൻഡർ ഇല്ലാത്തോണ്ട് എന്റെ എന്തോ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. ആ കാറിന് ഇനി എടുത്തോട്ടേ ഉള്ള വേറെ കാര്യം. ആ കാറിന്റെ ഓരോ പെട്രോളും എന്റെ ചോരയാണ്. അവൻ എന്റെ കൂടപ്പുറപ്പാണ്. നമ്മുടെ മാപ്പില് ആ കാറിന് ചിഹ്നം കാണുന്നുണ്ട്. അവിടെ തന്നെ ഞാൻ നേരെ പോകാൻ പോകണ ഡയറക്റ്റ്. ഈ പോലീസ് കാർ ഒരുമാതിരി ഒച്ച ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരുമാതിരി സൈറന്റെ ഇതാണ്ട് ഒരു കാറ്. ചാട്. ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ദിസ് കാർ. ബട്ട് എന്റെ കൂടപ്പറപ്പനെ എടുക്കാതെ ഒരു വണ്ടി ഇനി ഓടിക്കത്തില്ല. എന്തുവാണ് ഇത് എത്ര പോയിട്ട് എത്താത്തെ? എന്റെ കാർ അവിടെ കൊണ്ടുവച്ചേക്കുന്നേ. നമ്മള് കാറിന്റെ അടുത്ത് എത്താറായി. എന്റെ കാർ എന്റെ അടുത്ത് എത്താറായി. ഓ മാൻ, ദാ കിടക്കുന്നു. തുറ കാറെടുത്ത് വെച്ചിട്ടാണ് എന്റെ കാർ കൂട്ടിട്ടേക്കുന്നേ. മാർക്കോന്റെ കാറാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? തുറക്ക്. കാറായില്ലെങ്കിൽ താക്കോല. ഓ എന്റെ കാറെടുത്ത് നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നേ? എല്ലാ പോലീസ് സ്റ്റേഷനായിക്കളും എന്റെ അടുത്ത് റൗണ്ട് വെച്ചിരിക്കുക. ഇനി ഞാൻ വെളിയിൽ എങ്ങനെയും പോയേ പറ്റൂ. പുല്ല് ഇതെല്ലാം അടച്ചിട്ടേക്കോണല്ലോ. നിന്റെ തലക്കിട്ട് തരണം മാർക്കോ. എന്റെ കൂടപ്പറപ്പൻ എനിക്ക് കിട്ടി. നീ എന്താണ് വാ, നിങ്ങളെ ഞാൻ മിസൈല് കൊണ്ട് മൂടാൻ പോവാ. ഇത് പാർട്ടി മിസൈൽ. പാർട്ടി മിസൈല് വെച്ച് അമ്മാർക്ക് ഇട്ട് കൊടുത്തല്ലോ. നാണക്കേടായി പോയി. വീണ്ടും എന്റെ വണ്ടി എടുത്തോണ്ട് പോയി. വീണ്ടും ഒരു ബ്ലാക്ക് കാർ കിട്ടി. വീണ്ടും അവിടെ തന്നെ പോവാം. അതേപോലെ തന്നെ എന്നെ വണ്ടി എടുത്ത് തിരിച്ചോണ്ട് വരും, പൈസ കൊടുക്കാതെ. ഒരു മിനിറ്റ്, അതൊരു നീല ഡോട്ട് കാണിക്കുന്നു. അയ്യോ ഇതാരാ? മണമുടാച്ച, ആരാ നീ? അത്രേ ഉള്ളൂ.
$7000 കിട്ടി. എന്തായാലും പൈസ കിട്ടിയ സ്തുതിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഈ പൈസ കൊടുത്തങ്ങ് കാറും എടുത്തോണ്ട് വരാം. എന്തായാലും ഈ പൈസ എന്റെ അല്ലല്ലോ, എന്റെ ആണെങ്കിൽ ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. ഭാഗ്യം കൊണ്ട് അവിടെ ഒരാൾ കിടന്നുകൊണ്ട് അയാളെ പൈസ എടുത്ത് കൊണ്ട് കൊടുക്കാം. എന്റെ കാർ നടക്കുന്നു. എന്റെ കാർ എടുക്കുവാണേ. കണ്ടാ ചോരയൊക്കെ തെറിച്ചിരിക്കുന്നുണ്ട് എന്റെ കാറ്. മാർക്കോടെ വണ്ടി എന്നില്ലാരും അറിയട്ടെ. പോലീസേ കാണാൻ പോ. പ്രത്യേകം ഞാൻ മാർക്കോ ക്ഷമിക്കുക. ടയർ പൊട്ടി. ഒരു ടയറല്ല പൊട്ടിയേ. ഒരു ടയർ പൊട്ടിയോണ്ട് ഞാൻ ഇനി എന്തായാലും ഫുള്ള് ടയർ മാറ്റാൻ പോവാ. ലെറ്റ്സ് ഗോ ടു വർക്ക്ഷോപ്പ്. എത്താറായി. ടയർ പൊട്ടിയിരിക്കുന്നുണ്ട്. നേരെ ഓടിക്കാനും പറ്റുന്നില്ല. റിവേഴ്സിൽ പോകാൻ കുറച്ചു നേരം. അതാണ് ഇത്. പൊട്ടെ. മോനെ വണ്ടി റെഡിയാക്കി പെട്ടെന്ന്. മാൻ ഒറ്റ ടച്ച് റെഡിയായി. ഏറ്റവും കൂടിയ ടയർ ഏതാ? ഇത് മതി. ഇനി നമ്മുടെ കാറിന് തറയിൽ ഒരു ലൈറ്റ് കൂടെ വേണം. ചോര തറച്ചിരിക്കുന്ന പോലെ. ദിസ് വൺ. കാറിന് ടയറിലും രക്തം, ചവിട്ടിയേക്കുന്ന മണ്ണിലും രക്തക്കറ പോലെ. പോരെ സീന് ഡെവിൾ ലുക്കായി. വാ നമുക്ക് ബീച്ച് പോയി എല്ലാരും പേടിപ്പിക്കാം. മാർക്കോ ലെറ്റ്സ് ഗോ. വല്ലാണ്ട് ഓർക്കണ്ട, നിന്റെ വായ്ത്താളം മോതണ്ട, വഴി തടയാണ് പോരണ്ട. ബീച്ചെത്തി. ഭയങ്കര ട്രാഫിക് ആണല്ലോ. ഞാൻ തിരിയുമ്പോ വണ്ടിയിൽ ആരെയും തട്ടിയുണ്ടല്ലോ. അയാളെ മണ്ണുകൊണ്ട് മൂടും കേട്ടാ. വണ്ടി ഇവിടുന്ന് പാർക്ക് ചെയ്യാം. നല്ല രസമുണ്ട് ബീച്ച് കാണാൻ. അല്ല വണ്ടി ഇതിനെ അവിടെ പാർക്ക് ചെയ്യുന്നത് ഞാൻ ആൾക്കാരെ കാണിക്കല്ലേ ഇവിടെ കൊണ്ടുവന്ന്. വരുന്നടാ മാർക്കോ വന്ന് കണ്ടാ. എന്റെ കൂടപ്പറമ്പ് ഇവിടെ പന്നലായല്ലോ. എന്റെ വണ്ടി ഇവിടെ കിടക്കുന്നത് കൊണ്ട് നീ ഇവിടെ ജീവിക്കണ്ട. അവന്മാര് വരുന്നല്ലോ പോലീസ്. എന്റെ മെയിൻ എതിരാളികൾ. പോലീസ് വന്നു. ഈ വണ്ടീനെ എടുക്കാൻ പറ്റുന്നില്ല. ഇത് കറപ്പല്ല. ഞാൻ ബ്ലാക്ക് വണ്ടി എടുക്കത്തുള്ളൂ. ഇവിടെ ബ്ലാക്ക് ഉണ്ടോ? ഇവിടെ ബ്ലാക്ക് ഇല്ല. വെട്ട് കൊറേ ബ്ലാക്ക് വന്നു. തോളോ ആ വണ്ടി എടുക്കാം. അവരെ കൊല്ലും. മണ്ണൂടാൻ പോവാ. ഈ സമയമില്ല. പോലീസ്. ഈ പോലീസ് കാർ എടുക്കാം. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. എന്നാലും ഇത് എടുക്കുവാണ്. ഐ ആം എ റോങ് പേഴ്സൺ. അറിയിക്കാൻ പോവാ ഞാൻ എല്ലാവരും അടുത്തു. ഞാൻ പാർക്ക് എത്തി. നീ ഇവിടെ ഉള്ള എല്ലാരും കൊല്ലാൻ പോവാ. എല്ലാരും മണ്ണ് കൊണ്ട് പോകാൻ പോവാ. പിന്നെ അല്ല ആരെ കണ്ടാലും ഇങ്ങനെ പോകും. അല്ല മണ്ണ് കൊണ്ട് പൊതച്ച് ചതയ്ക്കാൻ പോവാ എല്ലാരും. ആദ്യം എല്ലാരും കൊല്ലട്ടെ, എന്നിട്ട് മൂടാ. എല്ലാരും ചാവും. മാർക്ക് വരുന്ന കണ്ടില്ലേ? പോലീസ് വണ്ടി ഓടിച്ചാ വെടിവെച്ച് കൊല്ലും. പാർക്കിലൊന്നും ആരും വരണ്ട ഇനി. ഇത് മാർക്കോടെ പാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെന്തൊരു വണ്ടി അത്. നൈസ് കാർ. ചെറുതുമാണ്, ബ്ലാക്കും ആണ്. തുറക്ക്. കൂണ്ടിക്കടി. ഐ ആം എ റോങ് പേഴ്സൺ. എവിടെ ഓടി നിന്നെ കടലിടാൻ പോവാ. ഇനി ബോംബിന്റെ കളിയാ. മാർക്കോന്റെ എല്ലാം ഉണ്ട്. നിനക്കൊന്നും അറിയത്തില്ല എന്റെ ഉണ്ടെന്ന്. വയലൻസ്, ചോര ഭയം. എല്ലാവരും സ്വപ്നം പോലെ മാറി മൈനി. എന്താണ് അവിടെ നടന്നപ്പോൾ? ആകെ ഒരു ഉണ്ടായി എന്റെ നെഞ്ചിൽ പതിഞ്ഞത് മാത്രം എനിക്കൊരു ഓർമ്മയുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എവിടെ? ഞാൻ കൊന്നോ? ഇവിടുത്തെ പോലീസും എല്ലാവരും എന്തി? ഞാൻ കൊന്നോ? രക്തം. അപ്പൊ ഞാൻ ഇവിടെ നല്ലൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഞാൻ ബോംബ് പൊട്ടിത്തെറിപ്പിച്ച പാടുകളുണ്ടല്ലോ ഇവിടെ. 2 പേരുണ്ട്. തീർത്തേക്കാം. 1 തേങ്ങ 2 തേങ്ങ. അവൻ ചത്തില്ല. പോലീസ് വരട്ടെ കാണിച്ചു കൊടുക്കാം. ഇപ്പഴാണ് ഓർമ്മത്. അമ്മാരെന്നെ വീണ്ടും കൊന്നായിരുന്നു. 3ാമത്തെ ഓട്ടം. നീ എന്റെ കൈ കൊണ്ട് തിരിഞ്ഞു പോലീസ്. നീ ഇവിടെ കാല് കുത്തിന് മുന്നേ എന്നെ പോകും. ഇനി ആർക്കും എന്നെ തൊടാൻ വഴിയില്ല. കടലിൽ പോ. ചോര എറിയുന്നുണ്ട്. ഞാൻ യവനായിരുന്ന. എനിക്ക് ആകെ പ്രാന്തായി. ഇനി മാർക്കൊക്കെ അന്തിയില്ല. ഇനി നിന്റെയൊക്കെയാണ്. നിന്റെ ഒക്കെ അവസാനമാണ്. ഇനി ഞാൻ ചത്ത. ഞാൻ എന്നെ തന്നെ തീർക്കും. മാർക്കോ 4ാമത്തെ തവണ ചത്തു തിരിച്ചു വന്നു. മാർക്കോ ഇനി ഇല്ല. ഞാൻ നിങ്ങളോട് നേരത്തെ എന്തോ പറഞ്ഞേ? ഇനി എന്നെ ആരെങ്കിലും പോക്കുവാണെങ്കിൽ മാർക്കോ ഇനി ഇല്ല എന്നല്ല പറഞ്ഞു. ഞാൻ എന്നെ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞല്ലോ. ശരിയെന്നാ ഞാനിനി ഇല്ല. ഇവരുടെ എല്ലാവരുടെ കൂടെ ഞാനും പോവാൻ പോവുകയാണ്. ശരിയെന്നാ. പറ്റിച്ചേ. കടലെന്ത് നല്ല രസം. സമാധാനമായിട്ട് ഇങ്ങനെ നീന്തി പോകാം മീനുകളെ പോലെ. ഇവിടെ മീനുകളൊന്നും കാണുന്നില്ലല്ലോ. മീനുകളെ ഞാനാണ് മാർക്കോ. മീനുകൾ ഈ കടലിലുള്ള മണ്ണും കൊണ്ട് ഞാൻ മൂടും. എല്ലാ മീനുകളും എന്റെ മുമ്പിലേക്ക് വാ. മണി കൊണ്ടോട്ടെ. എന്റെ ശ്വാസം തീരുന്നേ. ചേട്ടാ ഒരു ചായ തരുമോ? തരുത്തില്ലെന്നോ? എനിക്ക് ചായ തരത്തില്ലേ? മാർക്കോ ഇവന്റെ ചോരയില് തന്നില്ല. എനിക്ക് നിന്റെ ചായ വേണ്ട. നിന്റെ ചോര മതി. എല്ലാം തീരട്ടെ.
തീ കൊണ്ട് പൊതിയുന്നത് ഇങ്ങനെയാണോ? തീ കൊണ്ട് ഇങ്ങനെയാണ് പൊതിയുന്നത്. അയ്യോ അയ്യോ, ഞാൻ തീ കൊണ്ട് പൊതിഞ്ഞല്ലോ. ഞാനിപ്പോ ഈ വേസ്റ്റ് ബോക്സ് പോലെ ആയല്ലോ. എനിക്കിപ്പോ ഒരു വിലയില്ലല്ലേ. എനിക്കിപ്പോ എന്നോട് തന്നെ ഒരു വിലയില്ലാണ്ടായി. ഞാൻ പോയി കാണിച്ച ഈ പിള്ളേരോടെ ഓടിപ്പോയി, മക്കളുടെ കൂടെ. മാറി ഈ ഓട്ടം പന്തയത്തിൽ ഞാൻ ജയിക്കും. ഓട് മാറിയാ. എനിക്ക് ഓടി ജയിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ എന്തിനാ ഈ ഇരിക്കുന്നതിന് ഇവിടെ? ഓട് ആ ഫ്രണ്ടിൽ പോന്നു ഓടാ. ഇവനെ നീയും പോണം. അതോടോ ഫ്രണ്ട് എത്തുമ്പോൾ അവനെ വിടുന്നില്ല. അതുകൊണ്ട് അവനാണ് എന്നെ. എല്ലാരും പോകുന്നു. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. വീഡിയോ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ മാർക്കോ നിന്ന് തുടങ്ങിയ മാക്രിയായിട്ടുള്ളവൻ. തോറ്റു തുന്നമ്പാടി ഒരു വിലയില്ലാതെ നിൽക്കുവാണ് സുഹൃത്തുക്കളെ ഇവൻ. അപ്പൊ ഈ വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഞാൻ എന്തായാലും ഇനി മാക്രിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കത്തില്ല. കാരണം ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല ഗൈസ്. ഇതോടെ നമ്മളെല്ലാം ചെയ്ത് തീർത്തു. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം. കുറെ നാൾക്ക് ശേഷം നമ്മൾ GTA 5 വീഡിയോ എല്ലാം കണ്ടു. എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. സോ ഈ സപ്പോർട്ട് അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഗെയിമിംഗ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഇറ്റ്സ് ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ. ഞാനിപ്പോ 5ാമത്തെ വട്ടം കണ്ട ചത്ത. 1 നിന്ന് തുടങ്ങി 5 വരെ. ഇനി എന്തായാലും ഈ നാട്ടിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നുമില്ല, ഞാൻ എന്റെ തലയിലെ പോകും.